عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد فإني أوصيكم وإياي بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. صدق الله مولانا. ബഹുമാനമുള്ളവരെ, വിശുദ്ധമായ ഈദുൽ അദ്ഹ അഥവാ ബലി പെരുന്നാൾ എന്ന പേരിൽ നമുക്ക് സുപരിചിതമായ അത് ഇവിടെ ആഗതമാവുകയാണ്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം രണ്ട് ഈദുകളാണ് നമുക്ക് ആഘോഷിക്കാനുള്ളത്. ഒന്ന് ഈദുൽ ഫിത്ർ, മറ്റൊന്ന് ഈദുൽ അദ്ഹ. ഈ രണ്ട് ഈദുകളെയും ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ ദിനത്തിൽ പ്രത്യേകമായി ശറഈ ചെയ്യപ്പെട്ട ഇബാദത്തുകൾ, ആ ദിവസത്തിൽ പ്രത്യേകമായി ചെയ്യാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ട മര്യാദകൾ, ഇതൊക്കെ പാലിച്ചുകൊണ്ട് ആ ദിവസത്തിനെ ധന്യമാക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുക്കാൻ ആവശ്യമാവുന്ന ഇബാദത്തുകൾ ചെയ്ത് അല്ലാഹുവുമായുള്ള ആ സാമീപ്യം അത് കരസ്ഥമാക്കാൻ വേണ്ടി പ്രവർത്തിക്കുക. അതിനുള്ള ഒരു വേദിയായിട്ടാണ് ഈദുകളൊക്കെ നമ്മൾ കാണേണ്ടത്. അതിനുള്ളൊരു വേദിയായിട്ടാണ് നമ്മളുള്ള കൽപ്പനയും. മുസ്ലിങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈദുൽ അദ്ഹ നമ്മൾ ആഘോഷിക്കപ്പെടേണ്ട പ്രത്യേകമാവുന്ന ഒരു ദിനമാണത്. ആ ദിവസത്തിൽ ഒരുപാട് മഹാന്മാരോട് ബന്ധപ്പെട്ട ഒരുപാട് ചരിത്രങ്ങൾ, ആ ചരിത്രങ്ങളുടെ അതിൻ്റെ പശ്ചാത്തലം, ആ ചരിത്രങ്ങളെ അതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ട മറ്റുള്ള കാര്യങ്ങൾ, ഇതൊക്കെ മനസ്സിലാക്കി അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ നമ്മൾ സന്നദ്ധരാവണം. മഹാനാവുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, അവരുടെ പ്രിയപുത്രൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം തുടങ്ങി മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാരുടെയും അവരുടെ പ്രിയ പത്നി ഹാജറ റളിയല്ലാഹു തആല അൻഹയുടെയൊക്കെ ജീവിതവുമായി കൊണ്ട് ബന്ധപ്പെട്ട വലിയ ത്യാഗ സ്മരണകളാണ് ഈ ദിവസത്തിൽ കൂടി നാം ഓർക്കേണ്ടത്. വിശുദ്ധമായ ദീനിനു വേണ്ടി സർവസ്വവും അർപ്പിക്കാൻ തയ്യാറായിരുന്ന ആ മഹാന്മാർ, അവരുടെ ആ അർപ്പണ ബോധം അത് നമുക്ക് പ്രചോദനമാവണം. അത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിശുദ്ധമാവുന്ന വിശ്വാസത്തിന് അത് ഉത്തേജനമാവണം. അതുകൊണ്ട് ആ മഹാന്മാർക്കുള്ള അവരുടെ ആ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തിയും സന്തോഷവുമൊക്കെ കൈവരിക്കാൻ വേണ്ടി വിശുദ്ധനാഥനിലേക്കുള്ള ആ സാമീപ്യം ഒന്നും കൂടി ഉറപ്പിക്കാൻ വേണ്ടി, അതിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി മഹാന്മാർ ചെയ്ത അവരുടെ ജീവിതത്തിലുള്ള ഏറ്റവും
പ്രധാനപ്പെട്ട ആ ത്യാഗങ്ങളെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുക. നമ്മൾ